കാലഭേദമില്ലാതെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് 10 മണിച്ചെടി, അല്ലെങ്കിൽ ടേബിൾ റോസ്, മോസ് റോസ് എന്നൊക്കെ പറയുന്ന ഈ ചെടി. പല നിറത്തിലും ആകൃതിയിലും ഇവയ്ക്ക് പൂക്കളുണ്ട്. ചിലത് ചെറിയ റോസാപ്പൂക്കൾ പോലെ മൾട്ടി പെറ്റലായിട്ട് ഉണ്ടാകും, ചിലത് സിംഗിൾ പെറ്റലായിട്ട്. എങ്ങനെയായാലും ഇവയെല്ലാം കാണുവാൻ വളരെ ഭംഗിയാണ്. കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുള്ളൂവെങ്കിലും ഇവ കൂടി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. സൂചി പോലെയുള്ള ഇലകളുള്ളവയും കുറച്ച് പരന്ന ഇലകളുള്ളവയും ഇവയുടെ കൂട്ടത്തിലുണ്ട്. നല്ല മാംസളമായ തണ്ടുകളും ഇലകളുമാണ് ഇവയ്ക്കുള്ളത്. കുറച്ച് സമയം വെള്ളം കിട്ടിയില്ലെങ്കിലും ഇതങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോവുകയില്ല. വെള്ളം നന്നായി ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും ഇത് വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞ് നശിച്ചു പോകും. മഴക്കാലത്ത് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടിലൊക്കെ വെച്ചാൽ ഇതിന് കേടൊന്നും കൂടാതെ മഴക്കാലത്തും നിന്നു പൊക്കോളും. നല്ല വെയിലുണ്ടെങ്കിൽ ഈ ചെടി എവിടെയും നന്നായി പൂക്കും. ഒരേ കളർ തന്നെ ഒരുപോലെയുള്ള പൂക്കൾ ഒരേ സ്ഥലത്ത് വെച്ചാലും വളരെ നല്ല ഭംഗിയാണ്. പല കളറും വ്യത്യസ്തമായ പൂക്കളുമൊക്കെ ഇടകലർത്തി വെച്ചാലും വളരെ മനോഹരമാണ്. ചെടിയുടെ ചുവട്ടിൽ കാടുകളൊന്നും വളർന്നു വരുവാൻ അനുവദിക്കരുത്. കാടുകളൊക്കെ ഇവയ്ക്ക് കൊടുക്കുന്ന വളങ്ങളും എല്ലാം വലിച്ചെടുത്ത് വളർന്നു കഴിയുമ്പോൾ ചെടി ദുർബലമായി വളരുകയും പൂക്കളുണ്ടാകാതിരിക്കുകയും ചെയ്യും. സാവധാനം ചെടികൾ മുരടിച്ച് നശിച്ചു പോവുകയും ചെയ്യും. അതിനാൽ കളകളെയൊക്കെ ഇടയ്ക്ക് പറിച്ചു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് കിച്ചൺ വേസ്റ്റിൽ നിന്നും കിട്ടുന്ന വളങ്ങളൊക്കെ ഇവയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. മുട്ടത്തോട് പൊടിച്ചതും ചായച്ചണ്ടി ഉണങ്ങിപ്പൊടിച്ചതുമൊക്കെ ഇവയുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്ന പൂക്കളുണ്ടാകുവാൻ നല്ലതാണ്. ഞാൻ എൻ്റെ 10 മണിച്ചെടികൾ നട്ടിരിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ടികളിലാണ്. ചെറിയ ചട്ടികളിലും വലിയ ചട്ടികളിലും ഇത് വളർന്ന് നല്ലപോലെ വളർന്ന് പൂക്കളുണ്ടാകും. ഇവയുടെ തണ്ടുകളൊക്കെ നീണ്ടു വളർന്ന് അധികമായിപ്പോയി. ഇടയ്ക്കൊക്കെ ഇത് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ പിന്നെയും പുതിയ പുതിയ തളിർപ്പുകളുണ്ടായി അവയിലെല്ലാം പൂക്കളുണ്ടാകും. പൂക്കളുള്ളവയാണെങ്കിലും ഇവയെല്ലാം ഞാനൊന്ന് പ്രൂൺ ചെയ്യുകയാണ്. ചുവട്ടിൽ നിന്നും 3-4 ഇഞ്ച് മാത്രം പൊക്കിയാണ് ഞാനിവയെല്ലാം കട്ട് ചെയ്യുന്നത്. എല്ലാ ശാഖകളും കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ എൻ്റെ ഈ ചെടികളെയൊക്കെ ഒരു പഴയ ഇരുമ്പ് പെട്ടിയുടെ മുകളിലായിരുന്നു വെച്ചിരുന്നത്. അടുപ്പിച്ചടുപ്പിച്ചാണ് പോട്ടുകൾ വെച്ചിട്ടിരുന്നത്. ഇവയെല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ പോട്ടിംഗ് മിക്സ് കുറച്ച് കുറവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പുതിയ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർന്ന മിശ്രിതമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 മാസം മുമ്പും ഞാൻ ഇതുപോലെ പ്രൂൺ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ റിസൾട്ടായിരുന്നു ഇത്രയും നാളും പൂക്കൾ തുരുതുര ഉണ്ടായിക്കൊണ്ടിരുന്നത്. മറ്റ് ചെടികൾക്കൊക്കെ വളം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഇവയ്ക്കും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പുതിയ തളിർപ്പുകളും മുട്ടുകളും ഒക്കെ വന്ന് ഇതിലും പൂക്കൾ നിറയും. മുറിച്ച് മാറ്റിക്കളഞ്ഞ കമ്പുകളൊക്കെ ഞാൻ മതിലിനും പുറത്തായി കുറച്ച് നട്ടു വെച്ച് കൊടുത്തിട്ടുണ്ട്. കളകളൊക്കെ പറിച്ച് മാറ്റി വൃത്തിയാക്കിയ ശേഷമാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും. ബൈ. താങ്ക് യു.